പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ കരിമ്പറമ്പിൽ കണ്ണനും തീയെത്തി ആർച്ചയും എന്ന 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. അധ്യായം 7 കരിമ്പറമ്പിൽ കണ്ണനും തീയെത്തി ആർച്ചയും ഭാഗം 1. ചെത്തുകാരനായ ചേകവനാണ് കരിമ്പറമ്പിൽ കണ്ണൻ. അവൻ്റെ ചേകവത്തി ആർച്ചയോ കണ്ടാലൊളി മിന്നുന്നവൾ അഥവാ ഭംഗിയുള്ളവൾ. അതിരാവിലെ കണ്ണൻ തെങ്ങ് ചെത്താനിറങ്ങി. ചെത്തുകത്തിയും കൊട്ടുകോലും അരയിൽ ചെരുതി. മുട്ടിപ്പാനിയും കള്ളൊഴിക്കുവാനുള്ള വലിയ കുടവും കയ്യിൽ തൂക്കിപ്പിടിച്ചു. കുടിയുടെ ഒതുക്കുകല്ലിറങ്ങുമ്പോൾ അവൻ ആർച്ചയെ ഓർമ്മിപ്പിച്ചു, ഏലക്കള്ളിനായി വേഗം നീ തോട്ടത്തിൽ വരണേ. ഏലക്കള്ള് എന്ന് പറഞ്ഞാൽ മധുരക്കള്ള്. കണ്ണൻ പടിയും കടന്നുപോയി. ചെത്തുതെങ്ങുകൾ പട്ട വിരിച്ചു നിൽക്കുന്ന തോട്ടത്തിൽ ചെന്നു. തളപ്പിട്ട് ഓരോ തെങ്ങിലും കയറി. കുലക്കൂമ്പിൽ നിന്നൂറിക്കൂടിയ കള്ളിനാൽ നിറഞ്ഞ മൺപാനി അരയിൽ തൂക്കിയ മുട്ടിപ്പാനിയിൽ ഒഴിച്ചു. ചെത്തുകത്തി കൊണ്ട് കുലക്കൂമ്പ് ചെത്തി. കൊട്ടുകോലുകൊണ്ട് കൂമ്പിൽ കൊട്ടി. കള്ളൂറി വരാനാണ് കൊട്ടുകോലുകൊണ്ട് കൊട്ടുന്നത്. മൺപാനി യഥാസ്ഥാനത്ത് വെച്ചു. തെങ്ങിൽ നിന്നിറങ്ങി മുട്ടിപ്പാനിയിലെ കള്ള കുടത്തിലൊഴിച്ചു. മേൽമുണ്ട് ചുമലിട്ട് തെരികയെടുത്ത് തലയിൽ വെച്ച് തെരിക മേലെ ഏലക്കുടം വെച്ച് ആർച്ച പടിയിറങ്ങി നടന്നു. പുതുകോലത്തെ പടിപ്പുരയുടെ മുമ്പിലൂടെ വേണം ആർച്ചയ്ക്ക് കണ്ണൻ ചെത്തുന്ന തെങ്ങുംതോട്ടത്തിൽ ചെല്ലാൻ. പടിപ്പുരയിൽ എഴുന്നള്ളി നിൽക്കുന്നുണ്ട് നാടുവാഴുന്ന തമ്പുരാൻ. അന്ന് ആദ്യമായി തമ്പുരാൻ ആർച്ചയുടെ വരവ് കണ്ടു. അവളുടെ 7 അഴകിൽ മയങ്ങി നിന്നു. പടിപ്പുരയിൽ തമ്പുരാൻ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടെന്ന് ആർച്ച അറിയുന്നില്ല. അവൾ കുടം തലയിൽ വെച്ച് താളത്തിൽ നടന്ന് പടിപ്പുര കടന്നുപോയപ്പോൾ തമ്പുരാൻ സേവകനായ നായരെ വിളിച്ചു. അപ്പോകും പെണ്ണവൾ ആരാണ്? തീയെത്തി ആർച്ചയാണ് തമ്പുരാനെ, ചെത്തുകാരൻ കണ്ണൻ്റെ ചേകോത്തി. അവളോട് ഇത്രടം വരുവാൻ പറ. നായർ ആർച്ചയുടെ ഒപ്പരം ചെന്നു. ഒപ്പരം എന്ന് പറഞ്ഞാൽ ഒപ്പം. തമ്പുരാന് നിന്നോടെന്തോ അരുളി ചെയ്യാനുണ്ട്. പടിപ്പുരയിൽ എഴുന്നള്ളി നിൽപ്പുണ്ട് തമ്പുരാൻ, വേഗം വന്ന് മുഖം കാണിക്കേ. എനിക്ക് ഏതു നേരമില്ലല്ലോ. ചേകോൻ ചെത്താനായിട്ട് തോട്ടത്തിൽ പോയിട്ടുണ്ട്. ഏലക്കള്ളിനായി അങ്ങോട്ട് പോവുകയാണ്. താമസമുണ്ടാവില്ല ആർച്ചേ, തമ്പുരാനെ മുഖം കാണിച്ച് വേഗത്തിൽ മടങ്ങിപ്പോരാം. അങ്ങനെയാകട്ടെ എന്ന് അനുകൂലം ചൊല്ലി ആർച്ച പിന്നാക്കം തിരിഞ്ഞു നടന്നു. കോലോത്തും പടിവാതുക്കൽ ചെന്നു. അവിടെ എഴുന്നള്ളി നിൽപ്പുണ്ട് പുതുകോലം വാഴുന്ന തമ്പുരാൻ. അവൾ തമ്പുരാനെ താണു തൊഴുത് ആചാരപ്പടി മാറി നിന്നു. എവിടെ പോയടി നിന്റെ ചേകവൻ? തോട്ടത്തിൽ ചെത്താൻ പോയി തമ്പ്ര. നീ എവിടെ പോകുന്നു? ഏലക്കള്ളിനായിക്കൊണ്ട് അടിയൻ്റെ ചേകോൻ ചെത്തുന്ന തോട്ടത്തിൽ പോകുന്നു തമ്പ്ര. നമുക്ക് ക്ഷബോധിച്ചു. നിന്നെ നാം ഓർക്കട്ടെ പെണ്ണേ. ഓർക്കട്ടെ എന്നാൽ അടുത്തു വരട്ടെ എന്നാണ്. അയ്യോ, ആ മൊഴി അടിയനോട് ചൊല്ലരുതേ തമ്പ്ര. ശരി ശരി, നീ ഒരു കാര്യം ചെയ്യേ. കോലം വകയായി കദളിവാഴത്തോട്ടങ്ങൾ 7 എണ്ണുണ്ട്. കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു. ദിനവും രാവിലെ തോട്ടത്തിൽ കാവല് കിടക്കണം. ഇന്നേക്കൊരു രാത്രി നിന്റെ ചേകോൻ കാവല് കിടക്കട്ടെ. നേരം ഏതും കളയാതെ അവനോട് കോലോത്ത് വന്ന് നമ്മെ മുഖം കാണിക്കാൻ പറ. തമ്പുരാനെ താണു വണങ്ങി അവൾ കണ്ണൻ ചെത്തുന്ന തോട്ടത്തിലേക്ക് ബന്ധപ്പെട്ട് നടന്നു. തോട്ടത്തിൽ ചെന്ന് ഏലക്കുടം താഴെ വെച്ചു. കണ്ണൻ കുടത്തിൽ ഏലക്കള്ള ഒഴിച്ചു. കുടം തലയിൽ വെച്ച് അവൾ കുടിയിലേക്ക് പോന്നു. ചെത്തുമുടിച്ച് വൈകാതെ കണ്ണനും കുടിയിലെത്തി. ആർച്ച അവന് പല്ല് തേക്കാൻ ഉമിക്കരിയും വെള്ളവും കൊടുത്തു. പല്ല് തേച്ച് മുഖം കഴുകി കണ്ണൻ കഞ്ഞി കുടിപ്പാനായി അടുക്കളയിൽ പലകയിട്ടിരുന്നു. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് കൈവായ് മുഖവും ചിതം വരുത്തി അവൻ ഉമ്മറത്തിണ്ണയിലിരുന്നു. ആർച്ച കണ്ണൻ്റെ അരികെ ചെന്നു. നിങ്ങളോട് തമ്പുരാൻ കോലോത്ത് ചെന്ന് മുഖം കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ തോട്ടത്തിലേക്ക് വരുന്നേരത്ത് കോലോത്തും വാതുക്കൽ എഴുന്നള്ളി നിൽപ്പുണ്ടായിരുന്നു തമ്പുരാൻ. എന്നെ അരികെ വിളിച്ചു പറഞ്ഞതാണ്. എന്തിനാണോ തമ്പുരാൻ മുഖം കാണിക്കണമെന്ന് കൽപ്പിച്ചത്? കോലം വക കദളിത്തോട്ടത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ കാവല് കിടക്കണമെന്ന്. കണ്ണന് മുറുക്കാൻ ആർച്ച വെറ്റിലച്ചെല്ലം കൊണ്ടുവന്ന് തിണ്ണമേൽ വെച്ചു. 4 കൂട്ടി മുറുക്കി കൈവായ് മുഖം ചിതം വരുത്തി അവൻ ആർച്ചയോട് യാത്ര പറഞ്ഞ് പടിയും കടന്നുപോയി. കോലോത്തും വാതുക്കലെത്തി. തമ്പുരാൻ പൂമുഖത്ത് എഴുന്നള്ളി ഇരിപ്പുണ്ട്. അടിയൻ ചെത്തുകാരൻ കണ്ണനാണേ. എന്തിനാണാവോ തമ്പ്രാൻ വിളിപ്പിച്ചത്? മറ്റേതുമല്ലടോ കണ്ണ, കോലോത്തെ കദളിവാഴത്തോട്ടങ്ങളിൽ കള്ളന്മാർ കയറുന്നു. ഏറുമാടം കെട്ടി ഒരുത്തൻ രാത്രി നേരം കാവലുണ്ട്. അവൻ്റെ തന്തയോ തള്ളയോ ആരോ ചത്തുപോയി പോലും. ഇന്നേക്കൊരു ദിനം നീ തോട്ടത്തിൽ കാവല് കിടക്കണം. ഏറുമാടത്ത് കിടന്ന് തഴക്കമില്ലല്ലോ തമ്പ്ര.
തിരുവുള്ളം തെളിഞ്ഞ് ഏറുമാടത്തിൽ ഒരു കട്ടിലും കട്ടിൽമേൽ വിരിക്കാൻ ഒരു കമ്പിളിയും തെരുവിക്കാൻ കൽപ്പന ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ തോട്ടത്തിൽ കാവല് കിടക്കാൻ നിനക്ക് സമ്മതമാണല്ലോ അല്ലേ? സമ്മതമാണേ തമ്പ്ര. അന്തി കറക്കുന്നേരത്ത് അടിയൻ എത്തിക്കോളാമേ. തമ്പുരാനെ താണു തൊഴുത് കണ്ണൻ വിടവാങ്ങി. കുടിയിൽ വന്ന് ഉണ്ടായതെല്ലാം കണ്ണൻ ആർച്ചയെ പറഞ്ഞു കേൾപ്പിച്ചു. കാവല് കിടക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ തമ്പുരാന് കോപം പെരുക്കും, നമ്മളെ മുച്ചൂടും മുടിക്കും. ഉച്ചയ്ക്ക് ആർച്ച ഉപായത്തിലൊരു ഊണ് കാലാക്കി. ഊണ് കഴിഞ്ഞ് കണ്ണൻ പിന്നെയും ചെത്താൻ പുറപ്പെട്ടു. ഇറങ്ങാൻ നേരം കണ്ണൻ ചേകോത്തിയെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. ഞാൻ ചെത്തു കഴിഞ്ഞു വരുമ്പോഴേക്കും ഊണൊരുക്കണം. അന്തി മയങ്ങും മുമ്പേ കദളിവാഴത്തോട്ടത്തിലെത്തണം. ആർച്ച ചോറും കറികളും കാലാക്കി. ചെത്തു കഴിഞ്ഞ് അന്തിക്കള്ള് ഷാപ്പിൽ അളന്ന് കണ്ണൻ കുടിയിലെത്തി. പൂങ്കുളം ചാടി കുളി കഴിഞ്ഞു വന്ന് നാമം ചൊല്ലിത്തീർത്ത് ഊണ് കഴിപ്പാനിരുന്നു. ആർച്ച ചോറും കറികൾ 5 വിളമ്പി. വായ്ക്ക് രസത്തോടെ ഉണ്ടെണീറ്റ് കണ്ണൻ കൈവായ് മുഖം ചിതം വരുത്തി വെറ്റിലച്ചെല്ലം വലിച്ചു വെച്ച് മുറുക്കി കഴിഞ്ഞപ്പോഴേക്കും അന്തി കറുത്തു തുടങ്ങി. അവൻ വേഗം കോലോത്തേക്ക് പുറപ്പെട്ടു. കണ്ണൻ വാഴത്തോട്ടത്തിൽ ഒരു വട്ടം ചുറ്റി നടന്നു. എന്നിട്ട് ഏറുമാടത്തിൽ കയറി. തമ്പുരാൻ വാക്കു പാലിച്ചിരിക്കുന്നു. മാടത്തിൽ ചെറിയൊരു കട്ടിലും കട്ടിൽമേലൊരു കമ്പിളിയും. കമ്പിളി നിവർത്തിയിട്ട് അവൻ മലർന്നു കിടന്നു. ഭാഗം 2. കണ്ണൻ തോട്ടംകാവലിനായി പടിയിറങ്ങിയ നേരം പടിഞ്ഞാറെ പടി കിടന്ന് തമ്പുരാൻ കണ്ണന്റെ കുടിയിൽ ചെന്നു. ഉമ്മറവാതിൽ മുട്ടി വിളിച്ചു. വാതിൽ തുറക്കണം പെണ്ണേ. അയ്യോ തമ്പ്രാനെ, വാതിൽ അടിയന് തുറന്നൂടാ. കണ്ണൻ വാതിലടച്ച് മുദ്ര വെച്ചു പോയല്ലോ. വാതിൽ തുറന്നില്ലെങ്കിൽ നിന്റെ ചേകോന്റെ തല വെട്ടിയെടുത്ത് നാം കാറ കൊട്ടും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അത് കേൾക്കെ ആർച്ചയ്ക്ക് പേടിയായി. അവൾ വേഗം വാതിൽ തുറന്നു. തമ്പുരാൻ അകത്തു കടന്നു. വിളക്ക് കൊളുത്തണം പെണ്ണേ. അനുസരിക്കുക മാത്രമേ വഴിയുള്ളൂവെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ വിളക്ക് കൊളുത്തി. വഴി കാണിക്കേ നിന്റെ അറയിലേക്ക്. ആർച്ച അറവാതിൽ തുറന്ന് അകത്തു കടന്നു. തമ്പുരാൻ പിന്നാലെ ചെന്നു. തൃക്കയ്യ് കരുതിയ പട്ടുപുടവ തമ്പുരാൻ അവൾക്ക് നീട്ടി. തമ്പുരാൻ കൽപ്പിച്ചു നൽകിയ സമ്മാനം അവൾ കൈനീട്ടി വാങ്ങി. തമ്പുരാൻ കട്ടിന്മേലിരുന്നു. സംശയിക്കേണ്ട, നമ്മുടെ അരികത്ത് വന്നിരിക്കാം. ആർച്ച തമ്പുരാന്റെ അടുത്തിരുന്നു. തമ്പുരാൻ വെള്ളിച്ചെല്ലം എടുത്ത് നന്നായൊന്നു മുറുക്കി. നീയും മുറുക്ക് പെണ്ണേ. അടിയന് മുറുക്കിയിട്ട് പഴക്കമില്ലല്ലോ തമ്പ്ര. നേരം പോകുന്നു. തമ്പുരാൻ കൈവായ് മുഖവും സുഖം വരുത്തി കട്ടിലിൽ കയറിക്കിടന്നു. ഉറക്കം വരുന്നുണ്ടാവും, നീയും വന്നു കിടന്നോ. തമ്പുരാൻ കുറച്ചു നീങ്ങിക്കിടന്നു. പുലരാൻ 7:30 രാവുള്ളപ്പോൾ തമ്പുരാൻ ഉറക്കമുണർന്നു. വിരലിൽ കിടക്കുന്ന മോതിരം ഊരിയെടുത്ത് ആർച്ചയുടെ കൈ പിടിച്ച് അവളുടെ വിരലിലിട്ടു. എന്നാൽ നാം അങ്ങ് പോട്ടെ പെണ്ണേ എന്ന് യാത്രയും ചൊല്ലി തമ്പുരാൻ ഇരുട്ടിൻ്റെ മറപറ്റി കോലോത്തേക്ക് നടന്നുപോയി. പുലരും നേരം കണ്ണൻ ഏറുമാടത്തിൽ നിന്ന് താഴെ ഇറങ്ങി. വേഗത്തിൽ നടന്ന് കുടിയിലെത്തി. കണ്ണൻ ചെല്ലുമ്പോൾ ആർച്ച മുറ്റമടിക്കുകയാണ്. ചെത്തുകത്തിയും കൊട്ടുകോലും മുട്ടിപ്പാനിയും കുടവുമെടുത്ത് കണ്ണൻ നേരമേതും കളയാതെ ചെത്താൻ പുറപ്പെട്ടു. ചെത്തു മുടക്കിക്കൂടാ. അപ്പോൾ ആർച്ച പറഞ്ഞു, ചെത്തു കഴിഞ്ഞു പോരുന്നേരം നിങ്ങൾ നാഗപുരത്തങ്ങാടി വഴി വരണം. ഒരു തുട്ട് നൂല് വാങ്ങണം. എന്തിനാ പെണ്ണെ നൂല് വാങ്ങുന്നത്? നൂലുകൊണ്ടൊരു കാര്യമുണ്ട്, മറക്കാതെ വാങ്ങിക്കൊണ്ടുവരിൻ. കണ്ണൻ തോട്ടത്തിൽ ചെന്ന് തെങ്ങായ തെങ്ങുകളൊക്കെ കയറി ഇറങ്ങി. നിറഞ്ഞ കള്ളുകുടം തലയിലേറ്റി ഷാപ്പിൽ ചെന്നു. കള്ളളന്നു. വേഗം നാഗപുരത്ത് അങ്ങാടിക്ക് നടന്നു. ആർച്ച പറഞ്ഞേൽപ്പിച്ച പ്രകാരം ഒരു തുട്ട് നൂല് വാങ്ങി. ചേകോനും ചേകോത്തിയും കഞ്ഞൂടി കഴിഞ്ഞ് ഉമ്മറത്തെണ്ണയിൽ വന്നിരുന്നു. ആർച്ച മടിയിൽ ചെരുതിയ നൂലിൻ്റെ തുട്ടെടുത്ത് മുപ്പിരി കൂട്ടിപ്പിരിച്ചു. ഇവൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് കണ്ണൻ ആശ്ചര്യപ്പെട്ടു. ഇന്നു രാവിലെ നിങ്ങൾ കോലോത്തോളം പോണം. തമ്പുരാൻ കോലോത്തുണ്ടാവില്ല. ദൂരെ എവിടേക്കോ എഴുന്നള്ളിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്കേ മടക്കമുണ്ടാവൂ. നിങ്ങൾ വാതിൽ മുട്ടി വിളിക്കണം. തമ്പുരാട്ടിയെ കാണണം. ആരെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണനാണെന്ന് പറയണം. ഇതാ പൂണൂല്. മുപ്പിരി കൂട്ടിപ്പിരിച്ച പൂണൂല് അവൾ കണ്ണനെ കാണിച്ചു. ഊണ് കഴിച്ച് കണ്ണൻ പിന്നെയും ചെത്താൻ പുറപ്പെട്ടു. ചെത്തു കഴിഞ്ഞ് അന്തിക്കള്ളളന്ന് വേഗത്തിൽ കുടിയിലെത്തി. പൂങ്കുളം ചാടി കുളിച്ചു വന്ന് ചന്ദനമൊരുസി കുറി വരച്ചു. ചിന്തൂരം കൊണ്ട് പൊട്ടു തൊട്ടു. അഞ്ഞരം കൊണ്ട് കണ്ണെഴുതി. തൈലം തൊട്ട് മുടി മിനുക്കി. കസ്തൂരിയും കളഭവും പൂശി ചന്തത്തിൽ കുടുമ കെട്ടിവെച്ചു. ആർച്ച വാ തുറന്നൊരക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് ഇന്നലെ രാച്ചെന്ന നേരം ഈ കുടിയിൽ നടന്നതെന്നും ഇന്ന് രാവിലെ എന്താണ് കോലോത്ത് നടക്കേണ്ടതെന്നും കണ്ണൻ നിരൂപിച്ചു. അടുക്കളയിൽ പലകയിട്ട് കണ്ണൻ ഉണ്ണാനിരുന്നു. ആർച്ച ചോറും കറികളും വിളമ്പി. ഉണ്ടെണീറ്റ് കൈവായ് മുഖവും ചിതം വരുത്തി വെറ്റില മുറുക്കും കഴിച്ചു. മുപ്പിരിയായി പിരിച്ചുണ്ടാക്കിയ പൂണൂല് ആർച്ച കണ്ണൻ്റെ മേനിയിൽ ചാർത്തി. ഇപ്പോൾ കണ്ണനെ കണ്ടാൽ അസൽ ബ്രാഹ്മണനാണെന്നേ ആരും കണ്ടാലും പറയൂ.
തമ്പുരാൻ സന്തോഷിച്ച് ആർച്ചയ്ക്ക് നൽകിയ പട്ടുപുടവ അവൾ കണ്ണൻ്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ കോലോത്ത് ചെന്ന് തമ്പുരാട്ടിയെ മുഖം കാണിക്കണമെന്ന് ആവശ്യപ്പെടണം. തമ്പുരാട്ടിയെ കാണുമ്പോൾ ബ്രാഹ്മണനാണ്, അന്തിയുറങ്ങാൻ ഇടം തേടി വന്നതാണ് എന്നു പറഞ്ഞ് അകത്ത് കടക്കണം. ഈ പട്ടുപുടവ തമ്പുരാട്ടിയുടെ തൃക്കൈയിൽ വെച്ചു കൊടുക്കണം. തമ്പുരാട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് പലവട്ടം കണ്ടിട്ടുണ്ടെന്നും ഒപ്പം ശയിക്കാൻ ആശയുണ്ടെന്നും ഉരിയാടണം. ഇന്ന് രാവിലെ അവരോടൊപ്പം ഒരു കട്ടിന്മേൽ ഉറങ്ങി 7:30 വെളുപ്പിന് എണീറ്റ് പോരുമ്പോൾ ഈ മോതിരം അവരുടെ വിരലിൽ ഇടണം. ആർച്ച പറഞ്ഞപടി കണ്ണൻ കോലോത്ത് ചെന്നു. തമ്പുരാട്ടിയെ കണ്ടു. ഞാൻ തൃപ്രയാറ്റൂരിന്ന് വരികയാണെന്നും നിന്നെ ക്ഷേത്രത്തിൽ വെച്ച് പലവട്ടം കണ്ടിട്ടുണ്ടെന്നും ഒപ്പം ശയിക്കാൻ ആശയുണ്ടെന്ന് ധരിപ്പിച്ചു. ബ്രാഹ്മണന്റെ ആകാരഭംഗിയിൽ തമ്പുരാട്ടി മുഗ്ധയായിരുന്നു. ആരുമാരും അറിയാതെ തമ്പുരാട്ടി ബ്രാഹ്മണനെ മാളിക മുകളിൽ തൻ്റെ ഉറക്കറയിലേക്ക് ആനയിച്ചു. 7:30 വെളുപ്പിന് കണ്ണൻ തിരുമേനി എഴുന്നേറ്റു. തമ്പുരാട്ടിയും ഉറക്കമുണർന്നു. തൻ്റെ വിരലിൽ കിടന്ന മോതിരമൂരി തമ്പുരാട്ടിയുടെ വിരലിലിട്ടു. തിരുമേനിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് തമ്പുരാട്ടി പൂമുഖപ്പടിയോളം ചെന്നു. ഭാഗം 3. ഉച്ച കഴിഞ്ഞു തമ്പുരാൻ കോലോത്ത് തിരിച്ചെഴുന്നള്ളിയപ്പോൾ കുളിയും തേവാരവും അമറയത്തും കഴിഞ്ഞ് തമ്പുരാൻ മാളിക മുകളേറി തമ്പുരാട്ടിയുടെ കട്ടിൽമേൽ ചെന്നിരുന്നു. തമ്പുരാട്ടി തമ്പുരാനോട് ചേർന്നിരുന്നു. തമ്പുരാൻ അവരുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് വിരലുകളിൽ തൊട്ടു തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ മോതിരം കണ്ണിൽ തടഞ്ഞത്. താൻ സന്തോഷിച്ച് തീയത്തിപ്പെണ്ണിൻ്റെ വിരലിലിട്ട അതേ മോതിരം കട്ടിലിൻ്റെ തലക്കിലുള്ള പീഠത്തിലിരിക്കുന്നു. താൻ ആ പെണ്ണിന് സമ്മാനിച്ച പട്ടുപുടവ. ഇത് അവളുടെ ചേകവൻ്റെ ചതിപ്പണിയാണ്. അവനെ വെച്ച് പൊറുപ്പിച്ചുകൂടാ. തമ്പുരാൻ തമ്പുരാട്ടിയെ ചോദ്യം ചെയ്തു. ഒരു മഹാബ്രാഹ്മണൻ വന്നതും പട്ടുപുടവ തന്നതും ഈ അറയിൽ ക്ഷീണം തീർക്കാൻ കിടന്നതും പോകാൻ നേരം മോതിരം വിരലിലിട്ട് തന്നതും തമ്പുരാട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതിനുള്ള ഉചിതം നാം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇരുവരും കണ്ടുകൊള്ളുവിൻ. ഏറിയ കോപത്തോടെ തമ്പുരാൻ മാളിക മുകളിൽ നിന്നിറങ്ങി വന്നു. നായന്മാർ 4 പേരെ വിളിച്ചു. ദേശത്ത് തച്ചനെ കൂട്ടിക്കൊണ്ടുവരിക. തച്ചൻ വന്നു. അയാൾ തമ്പുരാനെ താണു തൊഴുതു. കഴുവൊന്നു പണി തീർക്കണം. കഴുമരം പണി അറിയോ നിനക്ക്? അടിയൻ കുറഞ്ഞെന്നറിയാമേ. എങ്കിൽ പണി വേഗം തുടങ്ങട്ടെ. തച്ചൻ സഹായികളെയും കൂട്ടി വന്നു. ചൊവ്വും ചേലും കാതിലുമുള്ള മരമൊന്ന് മുറിച്ചിട്ടു. കഴുമരത്തിൻ്റെ പണി തുടങ്ങി. കോലം വക ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പൊന്നിൽ കഴുമരം നാട്ടി കല്ലും മണ്ണും ഇട്ടുറപ്പിച്ചു. കോലോംപറമ്പിൽ കഴുമരമുയരുന്നത് നാട്ടുകാർ കണ്ടു. കേട്ടും കേൾപ്പിച്ചും ദേശങ്ങളിലുള്ളവർ കോലോംപറമ്പിൽ വന്നുകൂടി. തമ്പുരാൻ ആരെയാണോ കഴിവേറ്റാൻ പോകുന്നതെന്ന് മാലോകർ ആശ്ചര്യപ്പെട്ടു. കണ്ണനെ കയ്യോടെ പിടികൂടി കൊണ്ടുവരാൻ തമ്പുരാൻ നായന്മാരെ വിട്ടു. കണ്ണൻ്റെ കുടിയുടെ പടി കടന്ന് നായന്മാർ മുറ്റത്തോളം ചെന്നു. കണ്ണനില്ലേ ഇവിടെ? വിളികേട്ട് ആർച്ച ഉമ്മറത്തേക്ക് വന്നു. കണ്ണനെ കയ്യോടെ കൂട്ടിക്കൊണ്ടു ചെല്ലണം. തമ്പുരാൻ്റെ കൽപ്പനയാണ്. അവനെവിടെ? എന്തിനാണാവോ എൻ്റെ ചേകോനെ കൊണ്ടുപോകുന്നത്? അത് ഞങ്ങൾക്കറിയില്ല. കണ്ണനെ വിളിക്ക്. അവനെ കൊണ്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ബഹളം കേട്ട് കണ്ണൻ മുറ്റത്തിറങ്ങി. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. തമ്പുരാൻ്റെ കൽപ്പനയാണ്. നടന്ന കാര്യങ്ങൾ തമ്പുരാൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മരണം ഉറപ്പാണെന്ന് കണ്ണന് തോന്നലുണ്ടായി. ആർച്ച അവളുടെ ചേകവനെ ധൈര്യപ്പെടുത്തി. നിങ്ങൾ ഇവരോടുകൂടി കോലോത്ത് പോണം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഞാൻ പിന്നാലെ വരുന്നുണ്ട്. കോലോംപറമ്പിൽ കഴുമരം നാട്ടിയിരിക്കുന്നുവെന്ന വർത്തമാനം ആർച്ചയുടെ ചെകിട്ടിലും എത്തിയിരുന്നു. നായന്മാർ അവളുടെ ചേകവനെ ഇടംകൈയും വലംകൈയും പിടിച്ചു കൊണ്ടുപോകുന്നത് ആർച്ച നോക്കിക്കൊണ്ടു നിന്നു. അകത്തുപോയി മുഷിഞ്ഞ ഉടുമുണ്ടു മാറ്റിയുടുത്ത് മുടി മാടിക്കെട്ടി അവൾ കോലോത്തേക്ക് പുറപ്പെട്ടിറങ്ങി. കണ്ണനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തമ്പുരാൻ അടിമുടി വിറച്ചു. കടക്കണ്ണ് ചുവന്നു. ഇവന് ചോറ് വിളമ്പിക്കൊടുക്കുക. മുറ്റത്തില വെച്ച് കണ്ണന് ചോറും കറിയും വിളമ്പി. എന്തിനാണ് തനിക്ക് ലോകർ കാണുകെ ചോറ് തരുന്നതെന്ന് കണ്ണന് മനസ്സിലായില്ല. തമ്പുരാൻ്റെ കൽപ്പനയാണ്. അനുസരിക്കാതെ നിവർത്തിയില്ല. കണ്ണൻ മുറ്റത്ത് ഒരു കാൽ മടക്കിയിരുന്ന് ഇലയിൽ വിളമ്പിയ ചോറത്രയുമുണ്ടു. ഇല ദൂരെ കൊണ്ടുപോയി കളഞ്ഞു. ഇവനെ കഴുപ്പറമ്പിലേക്ക് നടത്തിക്കുക. നായന്മാർ അവനെ കയ്യിലും മെയ്യിലും പിടിച്ച് കഴുപ്പറമ്പിലേക്ക് നടത്തി. കഴുമരം കൺകെ കണ്ണൻ്റെ ഇടമനം തുള്ളി വിറച്ചു. തന്നെ ഊട്ടിയത് കൊലച്ചോറാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കണ്ണനെ കഴുവേറ്റാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ആർച്ച കഴുപ്പറമ്പിലെത്തി. കഴുമരത്തിന് കീഴെ എഴുന്നള്ളി നിൽക്കുന്ന തമ്പുരാൻ്റെ ചാരത്ത് വന്ന് താണു തൊഴുതു. അടിയൻ്റെ ചേകോനെ കാണാത്തോണ്ട് ഓടി വന്നതാണ് തമ്പ്ര. ഇവൻ ചെയ്ത അപരാധം എന്തെന്ന് നിനക്കറിയില്ലേ? അടിയന് രൂപമില്ലല്ലോ തമ്പ്ര. ഇവൻ രാച്ചെന്ന നേരത്തെ കോലോത്ത് നമ്മുടെ കെട്ടിലമ്മയുടെ അറയിൽ കടന്നു. സ്ത്രീയുടെ അറയിൽ പ്രവേശിക്കുന്നതും അവളെ സ്പർശിക്കുന്നതും പൊറുക്കാൻ പാടില്ലാത്ത അപരാധമാണ്. അതിനാൽ ഇവനെ തൂക്കിലേറ്റാൻ നാം കൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തമ്പ്ര, ആദ്യം കഴുമരത്തിലേറേണ്ടത് തമ്പ്രാനല്ലേ? മാളോരെ, നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളുവിൻ.
എൻ്റെ ചേകോൻ കോലത്തെ കദളിവാഴത്തോട്ടത്തിൽ കാവല് കിടക്കാൻ പോയ ദിവസം രാത്രി തമ്പ്രാൻ അടിയൻ്റെ കുടിയിൽ വന്ന് വാതിൽ മുട്ടി വിളിച്ചു. വാതിൽ തുറക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. വാതിൽ തുറന്നില്ലെങ്കിൽ എൻ്റെ ചേകോൻ്റെ തല വെട്ടുമെന്ന് തമ്പുരാൻ കൽപ്പിച്ചു. അപ്പോൾ ഞാൻ വാതിൽ തുറന്നു. തമ്പുരാൻ ബലമായി എൻ്റെ അറയിൽ കടന്ന് ആ രാത്രി എൻ്റെ ഒപ്പരമുറങ്ങി. ഒരു കുത്തുപട്ടും തമ്പ്രാൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരവും സമ്മാനം തന്നു. മാളോരെ, തമ്പ്രാൻ ആദ്യം കഴിവിന്മേ കയറട്ടെ, എന്നിട്ട് അടിയൻ്റെ ചേകോനെ കഴിവേറ്റാം. തമ്പുരാൻ നാണം കെട്ട് വിയർത്ത് തല കുമ്പിട്ട് നിന്നു. ആർച്ച അവളുടെ ചേകോൻ്റെ കയ്യും പിടിച്ച് കഴുപ്പറമ്പിൽ നിന്നിറങ്ങിപ്പോയി. ആരും അവളെ തടയാൻ നിന്നില്ല. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം കരിമ്പറമ്പിൽ കണ്ണനും തീയെത്തി ആർച്ചയും ഇവിടെ അവസാനിക്കുന്നു. നന്ദി.